ഇപ്പോൾ അടുത്ത കാലത്ത് GSTയിൽ ഏകപക്ഷീയമായി വരുത്തിയ പരിഷ്കരണം ഈ കുറഞ്ഞു നിൽക്കുന്ന വരുമാനത്തിൽ പിന്നെയും കുറവുണ്ടാക്കുകയാണ്. ഇതെല്ലാമാണെങ്കിലും ശബരി റെയിൽ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത്. അതുകൊണ്ടാണ് പൂർണ്ണമായും ചെലവ് വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും ഞങ്ങൾ പകുതി ചെലവ് വഹിക്കാൻ സന്നദ്ധമാണ് എന്ന നിലപാട് സംസ്ഥാനം സ്വീകരിച്ചത്. അതിന് ചെലവെത്ര നമ്മൾ വഹിച്ചാലും അനുമതിയും നടപ്പാക്കലും ഉണ്ടാക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നാണ്. കാലതാമസം വരുന്നു. പലവട്ടം ചർച്ച ചെയ്തു. ഏറ്റവും ഒടുവിലുള്ള ചർച്ചയിലും ഈ പറയുന്ന 50% വഹിക്കാൻ സർക്കാർ സന്നദ്ധമാണെന്ന് അറിയിച്ചു. അതിൽ ഒരു മാറ്റവും സർക്കാർ വരുത്തിയില്ല. ഇവിടെ തീർത്തും തെറ്റായൊരു കാര്യം ബോധപൂർവം പ്രചരിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എവിടുന്ന് കിട്ടിയ വിവരമാണത്? ചർച്ച നടത്തിയത് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഞങ്ങൾ നേരിട്ടാണ്. മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാനുണ്ട്, റെയിൽവേ മിനിസ്റ്ററുമുണ്ട്. ഞങ്ങൾ പറഞ്ഞതിനപ്പുറം ഈ കേരളത്തിലെ ഈ ഘട്ടത്തിൽ ആര് പറഞ്ഞ വിവരമാണ് ഈ വാർത്തക്കടിസ്ഥാനം? ഒരടിസ്ഥാനവുമില്ലാത്ത വാർത്ത പച്ച നുണയായി പ്രചരിപ്പിക്കുകയാണ്. അതാണ് നാം കാണേണ്ട ഒരു കാര്യം. ഇപ്പോഴും ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുന്നു. പകുതി പണം വഹിക്കാൻ സർക്കാർ തയ്യാറാണ്. ചെലവിൻ്റെ പകുതി അവിടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ പദ്ധതി സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ കഴിയില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് അതിന് തടസ്സം പറഞ്ഞിട്ടില്ല. അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ വിമാനത്താവളത്തിൻ്റെ കാര്യം. വിമാനത്താവളം നമ്മുടെ ശബരിമലയുടെ പ്രത്യേകത അനുസരിച്ച് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും തീർത്ഥാടകർ വരികയാണ്. അവരുടെ സൗകര്യം മുൻനിർത്തിയാണ് നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഈ ഡിസംബർ മാസത്തോടെ എല്ലാ അനുമതികളും ലഭ്യമാകുമെന്ന് തന്നെയാണ് ഉറപ്പായും കരുതുന്നത്. ഇതേവരെ മറ്റ് തടസ്സങ്ങളൊന്നും അതിനുണ്ടായിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ്റും നല്ല സഹകരണത്തിൽ തന്നെയാണ് പോകുന്നത്. അടുത്ത വർഷത്തോടെ ഇതിനാവശ്യമായ സ്ഥലം പൂർണ്ണമായി ഏറ്റെടുക്കാനാകും എന്ന് തന്നെയാണ് കരുതുന്നത്. കേസ് ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിലുണ്ട്. എങ്കിലും മറ്റ് തടസ്സങ്ങൾ വരില്ല എന്ന ശുഭപ്രതീക്ഷ തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. 2026 സ്ഥലമേറ്റെടുത്ത് കഴിഞ്ഞ് വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാകും എന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. റോപ്പ് വേയുടെ കാര്യത്തിലും നല്ല പുരോഗതി ഉണ്ടായിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മാസ്റ്റർ പ്ലാനിൻ്റെ വിശദാംശങ്ങൾ സ്വാഭാവികമായി സംഗമത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വരും. വിവിധ മേഖലകളിലെ വിദഗ്ധരടക്കം അത്തരം ചർച്ചകൾക്ക് നേതൃത്വം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം,
ഓരോ വർഷവും ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഉണ്ടാകുന്നത്. ആ വർധനക്കനുസരിച്ച് സുഗമമായ യാത്രാ സൗകര്യം, പാർക്കിംഗ്, ശുദ്ധജല ലഭ്യത, സാനിറ്റേഷൻ സംവിധാനങ്ങൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ചികിത്സാ സൗകര്യങ്ങൾ ഇതെല്ലാം ഇവിടെ ഉണ്ടാവണം. എന്നാൽ അതേസമയം പ്രകൃതിയുടെ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതിരിക്കണം. അതിനോടൊപ്പം തന്നെ പരിസ്ഥിതിക്ക് ഏൽക്കാതിരിക്കുകയും വേണം. എരുമേലി അടക്കമുള്ള സമീപ പ്രദേശങ്ങളും ഇതിൻ്റെ ഭാഗമായി വികസിക്കേണ്ടതുണ്ട്. ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് തന്നെ വികസിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് കാണുന്നത്. ഏതാണ്ട് 2050 വരെയുള്ള വികസന സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ നീക്കുന്നത്. ശബരിമല, പമ്പ, പരമ്പരാഗത പാത, നിലക്കൽ എന്നിവയുടെ സമഗ്ര വികസനമാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ലക്ഷ്യമിടുന്നത്. ശബരിമല സന്നിധാനത്തിൻ്റെ ആത്മീയവും സാംസ്കാരികവുമായ പൈതൃകത്തെ മാനിച്ചുകൊണ്ടാണ് ലേഔട്ട് പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അതോടൊപ്പം സുരക്ഷയും സൗന്ദര്യാത്മക മെച്ചപ്പെടുത്തലുകളും ലേഔട്ട് പ്ലാൻ ഉറപ്പാക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പരമ്പരാഗത വാസ്തുവിദ്യാശൈലിക്ക് അനുസൃതമായ മാർഗനിർദ്ദേശങ്ങളും സവിശേഷതകളും ലേഔട്ട് പ്ലാൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. ശബരിമല സന്നിധാനത്തിൻ്റെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 600,47 ലക്ഷം രൂപയും 2028-2033 വരെയുള്ള രണ്ടാം ഘട്ട വികസനത്തിന് 100,02 ലക്ഷം രൂപയും 2034-2039 വരെയുള്ള മൂന്നാം ഘട്ടത്തിന് 77,68 ലക്ഷം രൂപയും ഉൾപ്പെടെ ആകെ 718,17 ലക്ഷം രൂപയാണ് ലേഔട്ട് പ്ലാൻ പ്രകാരം ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലുള്ള ഒരു ട്രാൻസിറ്റ് ക്യാമ്പായിട്ടാണ് പമ്പയെ ലേഔട്ട് പ്ലാനിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് കയറുന്നതിനും സന്നിധാനത്ത് നിന്ന് തിരിച്ചിറങ്ങുന്നതിനും ഒരു പ്രത്യേക സർക്കുലേഷൻ റൂട്ട് പിന്തുടരുന്നുവെന്ന് ഉറപ്പാക്കി അതുവഴി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന തിരക്ക് ഒഴിവാക്കുവാനുതകുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ലേഔട്ട് പ്ലാൻ പ്രകാരം പമ്പയുടെ വികസനത്തിനായി 2022-2027 വരെയുള്ള ആദ്യഘട്ടത്തിന് 184,75 ലക്ഷം രൂപ, 2028-2033 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 22,73 ലക്ഷം രൂപ, അങ്ങനെ ആകെ 207,48 ലക്ഷം രൂപ. ട്രക്ക് റൂട്ടിൻ്റെ വികസനത്തിന് 2022-2025 വരെയുള്ള ആദ്യഘട്ടത്തിന് 32,88 ലക്ഷം രൂപ, 2024-26 വരെയുള്ള രണ്ടാം ഘട്ടത്തിന് 15,09 ലക്ഷം രൂപ, അങ്ങനെ ആകെ 47,97 ലക്ഷം രൂപയുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സന്നിധാനം, പമ്പ, ട്രക്ക് റൂട്ട് എന്നിവയുടെ വികസനത്തിനായി ലേഔട്ട് പ്ലാനുകൾ പ്രകാരം ആകെ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് 1,033,62 ലക്ഷം രൂപയാണ്.
ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി 2025-2030 കാലയളവിൽ 314,96,00,000 രൂപയുടെ പദ്ധതികളാണ് ശബരിമല തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ആവിഷ്കരിച്ചിട്ടുള്ളത്. പമ്പ ഗണപതി ക്ഷേത്രം മുതൽ പമ്പ ഹിൽ ടോപ്പ് വരെ പമ്പാ നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന സുരക്ഷാ പാലം, നിലക്കൽ ഇടത്താവളത്തിലെ കോർ ഏറിയയുടെ വികസനം, കുന്നാറിൽ നിന്നും ശബരിമല സന്നിധാനത്തിലേക്കുള്ള കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ, നിലക്കൽ ഇടത്താവളത്തിലെ റോഡുകളുടെയും അനുബന്ധ പാലങ്ങളുടെയും നിർമ്മാണം, ശബരിമല സന്നിധാനത്തെ തീർത്ഥാടന സൗകര്യ കേന്ദ്രം, തന്ത്രിമഠം, പ്രസാദ നിർമ്മാണ വിതരണ സമുച്ചയം ഇവയുടെ നിർമ്മാണം, ശബരിമല സന്നിധാനത്ത് അഗ്നിശമന സംവിധാനങ്ങൾ ഏർപ്പെടുന്ന പ്രവൃത്തി, കൂടാതെ ശബരിമല സന്നിധാനത്തെ തീർത്ഥാടക നിർഗമന പാലം, നിലക്കൽ ഇടത്താവളങ്ങളുടെ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനവും, ഇവയ്ക്കെല്ലാം വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഒരു തുറന്ന ചർച്ച നടത്തുന്നതിൽ ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്നവർ എതിർപ്പ് പ്രകടിപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ എതിർക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ട് എല്ലാവരെയും ഉൾക്കൊണ്ട് അവരെയെല്ലാം ചേർത്ത് പിടിച്ചുമാണ് നമ്മൾ ശബരിമലയുടെ വികസനം ഉറപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. ഈ അയ്യപ്പ സംഗമത്തിന് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും ഒരു സ്നേഹോപഹാരം നൽകുന്നു. അത് നൽകുന്നതിനായി ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവരുകളെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവരുകളെയും ക്ഷണിക്കുന്നു.